ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിസാൻ മാഗ്നറ്റിന്റെ വിസിയ എന്ന് പറയുന്ന ബേസ് വേരിയന്റ് ആണ്. 5.99 lakhs ആണ് ഈ വാഹനത്തിന്റെ ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 7,03,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഓഫറും കഴിഞ്ഞിപ്പോൾ ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം. ഒരു പുതിയ വാഹനം വാങ്ങുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരാണെങ്കിലും എന്തുകൊണ്ട് നിസാൻ മാഗ്നറ്റിൻ്റെ ഈ ബേസ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യണം അതിനുള്ള 10 റീസണുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പ്രൈസാണ്. 5.99 lakhs ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,03,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മാസം ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു പുതിയ വാഹനം മേടിക്കുക എന്നുള്ളത് നിസാന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 7 ലക്ഷം രൂപ പ്രൈസ് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റിന് ഏകദേശം 7,40,000 രൂപ അടുത്താണ് ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. വാഗണാറിൻ്റെ ബേസ് വേരിയൻറ്റിന് വരെ ഏകദേശം 7 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ വാഹനം വാങ്ങാൻ നോക്കുന്നവർക്ക് 7 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ ശരിക്കും ഈ നിസാൻ മാഗ്നറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ വാഹനത്തിൽ AMT വരുന്നുണ്ടെന്നുള്ളതാണ്. മറ്റ് പല മാനുഫാക്ചേഴ്സും സെക്കൻഡ് വേരിയൻ്റ് അല്ലെങ്കിൽ തേർഡ് വേരിയൻ്റ് ഒക്കെ തൊട്ട് ഓട്ടോമാറ്റിക് കൊടുക്കുമ്പോൾ നിസാൻ മാഗ്നറ്റിലെ ബേസ് വേരിയൻറ്റ് തൊട്ട് സാധാരണക്കാരന് ഒരു ഓട്ടോമാറ്റിക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് കൊടുക്കുന്നുണ്ട്. 7,73,000 രൂപയ്ക്ക് മാഗ്നറ്റിൻ്റെ ബേസ് AMT വേരിയൻറ്റ് നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മറ്റ് ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഒരു AMT വാഹനവും ആ ഒരു പ്രൈസിന് നമുക്ക് കിട്ടത്തില്ല. ഇത്രയും വലിപ്പമുള്ള വാഹനം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വാഹനം നൽകുന്ന സേഫ്റ്റിയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നിസാൻ മാഗ്നറ്റ്. ഇനിയിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാർണിംഗ്. മറ്റ് പല മാനുഫാക്ചേഴ്സിൻ്റെ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ കാണുന്ന ഫീച്ചറാണ് ടയർ പ്രഷർ വാർണിംഗ്. മാഗ്നറ്റിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സേഫസ്റ്റ് കാർ എന്ന് നമുക്ക് വേണമെങ്കിൽ നിസാൻ മാഗ്നറ്റിനെ വിളിക്കാം. നാലാമത്തെ റീസൺ അല്ലെങ്കിൽ അടുത്തൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സാണ്. എക്സ്റ്റീരിയർ ലുക്ക് ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബേസ് വേരിയൻ്റ് ആണോ ടോപ്പ് എൻഡ് ആണെന്ന് മനസ്സിലാവത്തില്ല. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിലും പുതിയ ബെമ്പർ ആണെങ്കിലും ബേസ് വേരിയൻ്റ് തൊട്ടേ സിമിലർ ആയിട്ട് തന്നെ കൊടുത്തു. ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളും 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. നിങ്ങൾക്ക് അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. വശങ്ങളിലാണെങ്കിൽ ആ റൂഫ് റെയിൽസ് ഒക്കെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബേസ് വേരിയൻ്റ് ക്രോം ഡോർ ഹാൻഡിൽസ് വന്നു. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബേസ് വേരിയൻ്റ് നമുക്ക് ബാക്കിൽ നമ്മുടെ സ്പോയിലർ കൊടുത്തിരിക്കുന്നു. ആകെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ബാക്കിൽ ആ ഒരു വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോഗറാണ്. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഈസി ഷിഫ്റ്റ് AMTയുടെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. അങ്ങനെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിൽ ബേസ് വേരിയൻ്റ് തൊട്ടേ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു റീസണായിട്ട് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു സൈസാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനം തരുന്നുണ്ട്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വിളിക്കാം. ഇനി സൈസ് നോക്കുകയാണെങ്കിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. 3,994 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഈ വശങ്ങളിൽ നോക്കുമ്പോൾ താൻ എന്തൊരു വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 1,758 mm ആണ് ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് ആണെങ്കിൽ 1,572. എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ അകത്തുള്ള വീൽ ബേസ് ആണ്. 2,500 mm ആണ് വീൽ ബേസ്. ഇത്രയും വീൽ ബേസ് വരുന്നതുകൊണ്ട് ഇൻറ്റീരിയറിൽ അതിനനുസരിച്ച് സ്പേസ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു റീസണായിട്ട് നമുക്ക് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ സ്പേസ് ആണ്. ഇൻറ്റീരിയറിലെ സ്പേസ് നിങ്ങൾ ആ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത്രയും വലിപ്പമുള്ള വലിയൊരു വാഹനം ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞൊരു നിസാന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ സ്പേസ് നിങ്ങൾ കണ്ടു വേണം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ബാക്കിലെ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ വാഹനത്തിലെ സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബാക്കിലൊക്കെ 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. 336 ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ടുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയ ബൂട്ടുകൾ എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വാഹനത്തിൻ്റെ സ്പേസ്. അടുത്തൊരു റീസണായിട്ട് നമുക്ക് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സാണ്. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് കാറാണ്. ബേസ് വേരിയൻ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയെല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ കാണാം. ഇനി
ഫ്രണ്ടിൽ നമുക്ക് 4 പേർക്കുള്ള പവർ വിൻഡോയുടെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. നമുക്ക് ആദ്യം നിസാൻ മാഗ്നറ്റിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മുടെ സെൻട്രൽ ലോക്കിംഗ് ഇവിടെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ, അത് മാറ്റിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫോർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ് ഉള്ള IRVMs കൊടുത്തു. നമുക്കിവിടെ 2 റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് LED റീഡിംഗ് ലൈറ്റ് അല്ല ഹാലജനായിട്ടുള്ള റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നറ്റിൻ്റെ ആ ഒരു ഡോർ പാഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാഗ്നറ്റ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തു. അങ്ങനെ ഒരു ബേസ് വേരിയൻ്റ് കാറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സേഫ്റ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. നമുക്ക് ടയർ പ്രഷർ വാർണിംഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയന്റിൽ തന്നെ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിസാൻ മാഗ്നറ്റ് ചൂസ് ചെയ്യാനുള്ള അടുത്തൊരു പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റീസൺ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ആണ്. ഇതിനകത്തൊരു 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. അത് 72 HP പവർ തരുന്ന 96 Nm പീക്ക് ടോർക്ക് തരുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. ഈ വാഹനത്തിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ മാനുവലിന് ഏകദേശം 19 km/ലിറ്ററിനും ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് മാനുവലിന് ഏകദേശം 15-നും 17-നും ഇടയ്ക്കും ഓട്ടോമാറ്റിക്കിന് ഒരു 14-നും 15-നും ഇടയ്ക്ക് ഈ വാഹനം മൈലേജ് തരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ കണ്ടതാണ് ഈ വാഹനത്തിൻ്റെ വൈബ്രേഷൻ. അത്യാവശ്യം വളരെ ആ 3 സിലിണ്ടർ എഞ്ചിൻ്റേതായ ഒരു ചെറിയൊരു വൈബ്രേഷൻ മാത്രമാണ് നമുക്ക് ഈ വാഹനത്തിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല പക്കയായിട്ട് NVH കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് വേറെ പ്രത്യേകിച്ച് നോയ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന AC. ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എയർ കണ്ടീഷൻ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വാഹനം ഇന്റീരിയർ കംപ്ലീറ്റ്ലി കൂളാവും. ഇപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ഉണ്ടായിട്ടാണ് ഈ വാഹനം ഇത്ര പെട്ടെന്ന് നമ്മൾ കൂളാക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സെഗ്മെന്റ് ബെസ്റ്റ് AC ആണ് ശരിക്കും നിസാൻ മാഗ്നറ്റിൽ നിസാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു പോസിറ്റീവാണ്, പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിസാൻ മാഗ്നറ്റ് ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനമാണ്. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനമാണ് ഇന്റർനാഷണലി എല്ലാ കൺട്രീസിലേക്കും നിസാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടി നിസാൻ ഉണ്ടാക്കിയൊരു വാഹനമാണ് ശരിക്കും നിസാൻ്റെ മാഗ്നറ്റ്. അത് നമുക്ക് ഇന്ത്യക്കാർക്കാണ് ആദ്യം കിട്ടുന്നത്. ഇന്ത്യയിലും ആ ഒരു സെയിം വാഹനം തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഈ മാഗ്നറ്റ് മേടിക്കാനുള്ള ഒരു റീസണാണ്. ബിക്കോസ് പല മാനുഫാക്ചേഴ്സിനും പല വാഹനങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വേറൊരു വാഹനം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സിലും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി ഇന്ത്യക്കാർക്ക് വേറൊരു വാഹനം ആ രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ നിസാൻ മാഗ്നറ്റിൻ്റെ കേസിൽ നേരെ തിരിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വാഹനമാണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അവർ കയറ്റുമതി ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഈ വാഹനത്തിൻ്റെ ഒരു പോസിറ്റീവ്. ഇനി പോസിറ്റീവിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന വേറൊരു കാര്യമുണ്ട്. ഈ വാഹനത്തിൽ കിട്ടുന്ന കളർ ഓപ്ഷൻസ് ആണ്. പല മാനുഫാക്ചേഴ്സിൻ്റെയും ബേസ് വേരിയന്റിലൊക്കെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുമ്പോൾ നിസാൻ മാഗ്നറ്റ് ബേസ് വേരിയന്റ് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. പലവരും ഒരു പ്രീമിയം കളറാണ് ബ്ലാക്ക്. പക്ഷേ മാഗ്നറ്റിൽ നമുക്ക് എല്ലാ വേരിയന്റ് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അപ്പോൾ നിസാൻ മാഗ്നറ്റിന് പോസിറ്റീവ് മാത്രമല്ല ചെറിയ ചെറിയ നെഗറ്റീവുകളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ നെഗറ്റീവുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് ഈ വാഹനത്തിന് കിട്ടുന്ന മൈലേജ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് നിസാൻ മാഗ്നറ്റിൻ്റെ ബേസ് വേരിയന്റ് AMT ഉണ്ട്. ആൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ആൾക്ക് മാക്സിമം കിട്ടുന്ന മൈലേജ് 12-നും 13-നും ഇടയ്ക്കാണ്. ആ സമയത്ത് അത് ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞാൽ മൈലേജ് ഇൻക്രീസ് ആകും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സിറ്റി യൂസിനാണ് ഒരു നിസാൻ മാഗ്നറ്റ് നോക്കുന്നതെങ്കിൽ മൈലേജ് നിങ്ങൾക്കൊരു കൺസേൺ ആയേക്കാം. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വാഹനമുണ്ട്. നമ്മൾ 5 പേര് വെച്ച് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോലെ ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നു. ആ സമയത്ത് ഈ വാഹനത്തിന് കുറച്ച് പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാഹനത്തിന് ആ ഒരു 1 ലിറ്റർ എഞ്ചിൻ്റെ പവർ ലാഗ് ഫീൽ ചെയ്യും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 5 പേര് വെച്ച് ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു കയറ്റാണ്. നമ്മൾ ആ കയറ്റം മുൻകൂട്ടി കണ്ട് ആ വാഹനം നല്ല രീതിയിൽ ഓടിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ കയറ്റത്തിൻ്റെ നേരെ താഴെ കൊണ്ട് നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുമ്പോൾ അയ്യോ മറ്റേ വണ്ടി കയറുന്നില്ല എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്നാർ പോലെയുള്ള ഹില്ലി സ്റ്റേഷനിലേക്ക് ഈ വാഹനം കൊണ്ട് പോകുകയാണെങ്കിൽ മറ്റ് വാഹനങ്ങൾ ചിലപ്പോൾ 3rd അല്ലെങ്കിൽ 4th ഗിയറിൽ കയറുന്ന കയറ്റം ചിലപ്പോൾ മാഗ്നറ്റ് 2nd ഗിയറിലേക്ക് കയറുള്ളൂ. കാരണം ഈ ഇത്രയും വലിയ വാഹനത്തിന് ആ ഒരു എഞ്ചിൻ പവറാണ് നിസാൻ കൊടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ 5.99 lakhs ഷോറൂം പ്രൈസ് വരുന്ന അല്ലെങ്കിൽ 7 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന നിസാൻ മാഗ്നറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു
ആദ്യമായിട്ട് വാഹനം മേടിക്കാൻ നോക്കുന്ന ഒരാളാണ്, അത് നിങ്ങൾക്കൊരു AMT വേണം. അതല്ല നിങ്ങളൊരു ചെറിയ കാറുകളിൽ ഇപ്പോൾ ഓൾട്ടോ അല്ലെങ്കിൽ വാഗണർ പോലുള്ള ചെറിയ കാറുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം വേണ്ട, അത്യാവശ്യം സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUV പോലൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിസാൻ മാഗ്നൈറ്റ്. ഒരു വാഹനവും ഒരു ഓൺലൈൻ റിവ്യൂസും കണ്ടിട്ട് പോയി എടുക്കരുത്. നിങ്ങൾ ചെല്ലുക, നിങ്ങൾ ഫിസിക്കലി വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വാഹനം ചൂസ് ചെയ്യുക. അത് ഏത് വാഹനം മേടിക്കുമ്പോഴാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വാഹനം എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിസാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരുള്ള EVM നിസാൻ്റെ നമ്പറാണ്. എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.